പാർട്ടിയിൽ നിന്നും വെട്ടിയെറിയപ്പെട്ട മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ എങ്ങോട്ട്? ജി സുധാകരൻ കോൺഗ്രസിലേക്ക് പോകുമോ? സ്ഥിതിഗതികൾ അത്ര വഷളായിരിക്കുന്നു. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരന് നേരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നുന്നത് പറയുന്ന ജി സുധാകരനെ പാർട്ടി നിയന്ത്രിക്കണം എന്നാണ് വിമർശനം ഉണ്ടായത്. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതല്ല, ദല്ലാൾ നന്ദകുമാറുമായുള്ള ബന്ധമാണ് പ്രശ്നമെന്നും പ്രതിനിധികൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പോലീസിനെതിരെയും വിമർശനമുയർന്നു. BJPയിൽ നിന്ന് പാർട്ടിയിലേക്ക് വരുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കണമെന്നും വിമർശനം ഉയർന്നു. ഏകപക്ഷീയമായി ആളെ ചേർക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് ശരിയല്ലെന്നും വിമർശനം ഉയർന്നു. ജി സുധാകരനെതിരെയാണ് പ്രത്യേകിച്ചും ശക്തമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. സുധാകരന്റെ അടുത്ത കാലത്തുള്ള ചില പ്രസ്താവനകൾ, അടുത്ത കാലത്തുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. സുധാകരനെ വെട്ടിയരിഞ്ഞ് ഇപ്പോൾ ഒന്നുമല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു കാലത്ത് CPMന്റെ ആലപ്പുഴയിലെ ശക്തി ദുർഗമായിരുന്നു സുധാകരൻ. ആ സുധാകരനാണ് ഇപ്പോൾ വെട്ടിയരിയപ്പെട്ട് നിശബ്ദനായി ഇരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. ജി സുധാകരന്റെ വാക്കുകൾ നിയന്ത്രിക്കണമെന്നും പാർട്ടിക്ക് വിരുദ്ധമായ വാക്കുകൾ പറയുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രതിനിധികൾ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു. ആലപ്പുഴയിലെ പുതിയ ജില്ലാ നേതൃത്വവുമായി സുധാകരന് അകൽച്ചയുണ്ട്. മാത്രമല്ല, KC വേണുഗോപാൽ സുധാകരനെ കാണാൻ വന്നത് വലിയ വിവാദമായി മാറുകയും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. സുധാകരൻ ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. പാർട്ടിയുമായി അദ്ദേഹം വലുതായി ബന്ധപ്പെടുന്നില്ല. പാർട്ടിയുമായുള്ള ബന്ധം അദ്ദേഹം അവസാനിപ്പിച്ചു എന്ന് പറയുന്നില്ലെങ്കിലും പാർട്ടിയെ അടിക്കടി പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ നടത്താറുണ്ട് സുധാകരൻ. അതാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമായി മാറിയത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നത്. ജി സുധാകരൻ ഒരു കാലത്ത് ആലപ്പുഴയിലെ അതികായനായിരുന്നു. ഗൗരിയമ്മയും BS അച്യുതാനന്ദനും ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരൻ കോൺഗ്രസ്സുകാരുടെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മൈലേജ് കൂട്ടി. ഭുവനേശ്വരൻ ഒരു കാലത്ത് SFIയുടെ ശക്തനായ നേതാവായിരുന്നു. ഭുവനേശ്വരനെ കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് സുധാകരൻ പാർട്ടിയുടെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത്. വളരെ സാധാരണ ജീവിതത്തിൽ നിന്ന് പാർട്ടിയിലെത്തി മന്ത്രി പദവി വരെ നേടിയ വ്യക്തിയാണ് സുധാകരൻ. പക്ഷേ പുതിയ തലമുറ, പുതിയ നേതൃത്വം, പുതിയ ജില്ലാ നേതൃത്വം, അതുമായി സുധാകരന് അനുരഞ്ജനപ്പെടാൻ സാധിക്കുന്നില്ല. അതാണ് സുധാകരനെ ഇപ്പോൾ വിമർശിക്കാനുള്ള കാരണം. മാത്രമല്ല, പലപ്പോഴും സുധാകരൻ പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നു. മുതിർന്ന നേതാവെന്ന നിലയിൽ സുധാകരന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകുന്നു. ഇതൊക്കെ പ്രതിനിധികൾ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവെന്ന നിലയിൽ സുധാകരൻ നടത്തുന്ന പ്രസ്താവനകൾ, സുധാകരൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ പാർട്ടിക്ക് എതിരാണ് എന്നാണ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം, സുധാകരനെതിരെ ഉയർന്ന വിമർശനം, അത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. സുധാകരൻ CPM വിട്ടുപോകുമോ എന്ന ചോദ്യവും ആ ചർച്ചകളിൽ ഉണ്ടാകും.